ഹായ് കൂട്ടുകാരെ, നമുക്കിങ്ങനെ ഫെസ്റ്റ് ഉത്സവം ഒക്കെ വരുമ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കടകളൊക്കെ പോയി കയറി ഇറങ്ങി നടക്കാനൊക്കെ എന്ത് രസമല്ലേ. എല്ലാവർക്കും അതൊരു ഇഷ്ടമുള്ള കാര്യമായിരിക്കുമല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഫെസ്റ്റിന് പോയപ്പോൾ ഇതുപോലെയുള്ള കുട്ടി കുട്ടി കടകളുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലായിടും ഫെസ്റ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇനി ഈ വർഷത്തെ ഇത് മൂന്നാമത്തെ ഫെസ്റ്റാണ് കാണുന്നത്. പല സ്ഥലത്ത് വെച്ച് ചെങ്ങന്നൂരും അടൂരും ഒക്കെ ആയിട്ട് ഇപ്പം ഞാൻ മൂന്നാമത്തെ ഫെസ്റ്റാണ്. എല്ലായിടത്തും വ്യത്യസ്തമായിട്ടുണ്ട്, കാണാനാണെങ്കിലും എല്ലാം ഉണ്ട്. ഇതിലും കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, വീട്ടിലുപകരണങ്ങൾ, വാച്ച് കടകൾ, നമ്മുടെ ഓയിൻമെൻറ്റ്, വാച്ച് കടയിൽ കയറി കുറച്ച് നേരം ഞാനിങ്ങനെ നോക്കി നിന്നു. പിന്നെ ആലോചിച്ച് വെറുതെ എന്തിനാണ് വാങ്ങിച്ച് കാശ് കളയുന്നത്. യൂസല്ല, പെട്ടെന്ന് കേടായി പോവല്ലോ. അപ്പം സ്റ്റൈൽ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്, സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കൊള്ളാം. ഞാൻ ഒത്തിരി കൊച്ചു കൊച്ചു കടകളുണ്ടായിരുന്നു. വിലയൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. നമ്മൾ അല്ലാതെ ഡയറക്റ്റ് ചെന്ന് കടയിൽ മേടിക്കുന്ന പോലെ തന്നെയുള്ള വിലയുണ്ട്. കുറച്ച് നേരം വാച്ചൊക്കെ നോക്കി നിന്നു, പക്ഷെ പിന്നെ മേടിച്ചില്ല. ഞാൻ പിന്നെ കൊച്ചു പിള്ളേർക്ക് ഒത്തിരിയും വാച്ചുകളുണ്ടായിരുന്നു. ഒരു നിറച്ചിങ്ങനെ വെച്ചേക്കുന്ന കണ്ടപ്പം തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കുഞ്ഞു പിള്ളേർ ഒത്തിരി പേര് വന്ന് വാച്ചൊക്കെ കുഞ്ഞു പിള്ളേരൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നു. വലിയവരാരും അങ്ങനെ മേടിച്ചില്ല. കുഞ്ഞി എന്നോടൊന്ന് പറഞ്ഞു, കുഞ്ഞിക്ക് ഇപ്പം തന്നെ 3-4 വാച്ച്, പിന്നെ കണ്ണാടി വേണമെന്ന് പറഞ്ഞു. ഞാൻ മേടിച്ചു കൊടുത്തൊന്നുമില്ല. ഇത് ചെറിയൊരു ഫ്ലവർ ഷോപ്പായിരുന്നു. കുട്ടി കുട്ടി ഫ്ലവർ 5 എണ്ണത്തിന് 100 രൂപ, കുഞ്ഞ് ഫ്ലവറിന്, പ്ലാസ്റ്റിക്കിന്. പിന്നെ ഹൽവയുടെ സെക്ഷൻ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ ഞാൻ മേടിച്ചൊന്നുമില്ല, എനിക്കൊരു വിശ്വാസമില്ല, കാണാൻ വയറടിച്ച് പോയാലോ എന്നൊരു പേടി. പിന്നെ നമ്മുടെ പണ്ട് കാലത്തേക്ക് മുട്ടായികൾ വെച്ചിട്ടുണ്ടായിരുന്നു. കൊള്ളാം, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതും എനിക്കൊരു ധൈര്യക്കുറവ്. കുഞ്ഞ് ഏതാണ്ട് കളർഫുള്ളുള്ള ഏതാണ്ടൊക്കെ കണ്ടപ്പോൾ വേണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ മേടിച്ചു കൊടുത്തില്ല. വയറെങ്ങാനും ചീത്തയായാൽ പിന്നെ എനിക്ക് പണി കിട്ടും. പിന്നെ നേരെ പോയത് ഇതുപോലെ ചിപ്സിൻ്റെ ആയിരുന്നു. കുറേ ചിപ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് വെറൈറ്റി ചിപ്സ്. ഇതൊന്നും ആരും മേടിച്ചില്ലേ എന്തോ, അതുപോലെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെയൊക്കെ ഫേവറേറ്റ് ലേഡീസിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. ഇപ്പം ഞാൻ ഇപ്പം ലേഡീസിൻ്റെ ഇതുപോലെയൊക്കെയുള്ള ഷോപ്പ് കാണുമ്പോൾ എന്ത് ഷോപ്പാണെങ്കിലും ലേഡീസിൻ്റെ കാണുമ്പോൾ കുഞ്ഞിക്കാണ് ഞാൻ മേടിക്കുന്നത്. ആദ്യം കുഞ്ഞിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. എനിക്കുള്ളത് പിന്നെയാണ് ഞാൻ നോക്കുന്നത്. പിന്നെ ഒരു ഡ്രസ്സിൻ്റെ ചെറിയൊരു ഷോറൂം ഷോപ്പുണ്ടായിരുന്നു. പിന്നെ അച്ചാറിൻ്റെ ഷോപ്പുണ്ടായിരുന്നു. ഞാൻ എല്ലാം കയറി ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്തു. നല്ല അച്ചാറുകളായിരുന്നു. പിന്നെ പിന്നെ കുറച്ച് ബബിൾസൊക്കെ ഉള്ളത്, അതൊക്കെ ഞാൻ മേടിച്ചു. മൊബൈലിൻ്റെ കവർ കട, സ്പൈസസ് കട, ഇതുപോലത്തെ പപ്പടക്കട, പിന്നെ ഇതുപോലെ കൊച്ച് നമ്മുടെ മെഡിക്കൽ ഷോപ്പ് പോലത്തെ ഒരു കട. പിന്നെ ഞങ്ങൾ ദാഹിച്ചെന്ന് ഒരു കുലുക്കിയുടെ അടുത്താണ് ചെന്നത്. അപ്പോൾ കുലുക്കി മേടിക്കാമെന്ന് വിചാരിച്ചു. ഈ ചേട്ടൻ നല്ലപോലെ കുലുക്ക് സർബത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.